ഹായ് കൂട്ടുകാരെ, ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗാണ്. എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു ജൂൺ 20-ാം തീയതി. അപ്പോൾ ആ ഒരു ബർത്ത്ഡേക്ക് മുന്നോടിയായിട്ട് അവൾക്ക് ഗിഫ്റ്റൊക്കെ മേടിക്കാൻ വേണ്ടി കഴിഞ്ഞ വർഷം മുതൽ കുടുക്കയിൽ പൈസയൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അവൾക്ക് സാധാരണ ഒരു 1000-ന് മുകളിലേക്കുള്ള ഗിഫ്റ്റുകളൊന്നും ഞങ്ങൾ ഇന്നേവരെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അഞ്ചാമത്തെ വയസ്സ് ബർത്ത്ഡേ ആയിരുന്നു. അപ്പം കഴിഞ്ഞ വർഷം തന്നെ ഞാൻ തീരുമാനിച്ചു അടുത്ത വർഷം എന്തായാലും അവൾ ആഗ്രഹിക്കുന്ന ഗിഫ്റ്റ് അവൾക്ക് വാങ്ങിച്ചു കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അത് കുടുക്ക പൊട്ടിക്കണ ഭയങ്കര സങ്കടമാണ് കേട്ടോ. അതാണ് അവൾ ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നത്, പൊട്ടിക്കണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നാലും അതിൽ ക്യാഷ് എത്ര ഉണ്ടെന്ന് അറിയണമെന്നും ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളത് പൊട്ടിച്ചൊക്കെ എണ്ണി നോക്കി അവൾ ആഗ്രഹിക്കുന്ന ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുടുക്കയിലെ എമൗണ്ടും പിന്നെ കുറച്ച് പൈസ വിഷുവിനൊക്കെ കിട്ടിയതൊക്കെ സൂക്ഷിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എണ്ണി നോക്കി ഏകദേശം ഈ കുടുക്കയിലെ എമൗണ്ട് 3000 സംതിങ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അവൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് മനസ്സിലൊരു ഗിഫ്റ്റ് ഉണ്ട്. അവൾ മുമ്പ് തൊട്ടേ പറയണ ഒരു ഐറ്റം. അപ്പോൾ അതൊന്നും ഇപ്പോൾ കിട്ടുമെന്ന് ഉടനെ ബർത്ത്ഡേ ആണെന്നൊന്നും ആൾക്കറിയില്ല കേട്ടോ. ഇത് നിറഞ്ഞതുകൊണ്ട് പൊട്ടിക്കുന്നതാണ് വിചാരിച്ചത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഗിഫ്റ്റൊക്കെ വേറെ വാങ്ങിച്ചു വെച്ചു കേട്ടോ. ഇനി നമുക്ക് ബർത്ത്ഡേ ദിവസം ആകുകയാണ്. 2 ദിവസം മുമ്പത്തെ വീഡിയോ ആണിത്. അപ്പോൾ ക്യാഷൊക്കെ എണ്ണി തിട്ടപ്പെടുത്തി അതൊക്കെ മാറ്റി വെച്ചു. അത്ര മാത്രമേ അവൾക്ക് അറിയാവുള്ളൂ. ബർത്ത്ഡേ എന്നാണെന്ന് യാതൊരു ഐഡിയ ഇല്ല. അപ്പം നമുക്ക് സർപ്രൈസായിട്ട് കുറേ ഗിഫ്റ്റുകൾ സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച സാധനം അല്ല ശരിക്കും ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അതിൻ്റെ റീസൺ എന്താണെന്ന് പിന്നീട് പറയാമേ. അപ്പോൾ ബർത്ത്ഡേ ഡേ വന്നു. അപ്പോൾ നമുക്കതൊന്ന് കാണാം. കണ്ടിട്ട് ബാക്കി പറയാവേ. രാവിലെ മോളെ വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. സ്കൂളിലും പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് സർപ്രൈസുകൾ കൊടുക്കണം. അപ്പം ചുറ്റിനും ഗിഫ്റ്റ് പേപ്പറൊക്കെ പൊതിഞ്ഞ് നല്ല ഭംഗിയാക്കിയ ഗിഫ്റ്റുകളെല്ലാം സൈഡിൽ ചുറ്റിനും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ കണ്ണ് തുറന്ന് നോക്കി. ബർത്ത്ഡേ പാട്ട് പാടാനായിട്ട് ഏൽപ്പിച്ചത് അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കണ്ടോ, അവനാണ് പാട്ട് പാടുന്നത്. അപ്പോൾ അത് തന്നെ വലിയ സന്തോഷമായി. അവനെന്തെങ്കിലും പറയുന്നത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഗിഫ്റ്റ്, അതിനുള്ളിലെ ഗിഫ്റ്റ് കാണുന്നതിനേക്കാളും ആൾക്കിഷ്ടം ഇതുപോലെ പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഇങ്ങനെ കിട്ടുന്ന ഗിഫ്റ്റുകളാണ്. അതിനൊരു ഭയങ്കര സന്തോഷമാണ് ആൾക്ക്. അപ്പോൾ അതിനാണ് ഇങ്ങനെ പല പേപ്പറിലും പൊതിഞ്ഞിങ്ങനെ കുറേ ഗിഫ്റ്റുകളായിട്ട് വെച്ചത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. അവൾക്ക് അങ്ങനെ ഗിഫ്റ്റുകളൊന്നും അധികം കിട്ടാറില്ല. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നതോ കഴിഞ്ഞ വർഷമൊക്കെ, ഇപ്പോൾ കുറേയൊക്കെ മാറി. കഴിഞ്ഞ വർഷമൊക്കെ അവൾക്ക് എന്ത് വാങ്ങിയാലും ഇതൊരു ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞായിരുന്നു കൊടുക്കണം. അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ അമ്മയും ആങ്ങളെയും വരുമ്പോൾ അതുപോലെ അവൾക്ക് എന്ത് മേടിച്ചുകൊണ്ട് വന്നാലും ഗിഫ്റ്റ് പേപ്പറിൽ പൊതിഞ്ഞ് കൊടുക്കും. അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കിട്ടുന്ന ഇഷ്ടം. അപ്പോൾ അതിനകത്ത് ആദ്യം അവളെടുത്ത ഒരു ഉടുപ്പാണ്. ഇതാണ് ഇന്ന് സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാനായിട്ട് വാങ്ങിച്ചത്. ബർത്ത്ഡേക്ക് ഇടാൻ വാങ്ങിച്ച ഒരു ലാച്ചയായിരുന്നു. പക്ഷേ എൻ്റെ സ്കേർട്ടിന് ഇത്തിരി വലിപ്പം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തോന്നി. അതുകൊണ്ട് ഞങ്ങൾ എക്സ്ട്രാ ഒരെണ്ണം കൂടി വാങ്ങിച്ചു വെച്ചു. അത് ചേർന്നില്ല. പിന്നെ അങ്ങനത്തെ ഉടുപ്പിടാൻ ആൾക്ക് അത്ര ഇഷ്ടമില്ല. ലാച്ചിയൊന്നും ഇട്ടുകൊണ്ട് നടക്കാനൊന്നും വലിയ താല്പര്യമില്ല. കാരണം കുഞ്ഞുങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ, അവരടങ്ങിയിരിക്കില്ലല്ലോ. ഇത്രയും സ്കേർട്ടും ടോപ്പും ഒക്കെ ആണെങ്കിൽ ഓടാനും അതുപോലെ ടോയ്ലറ്റ് പോകാനും ഒക്കെ സ്കൂളിൽ എളുപ്പമതല്ലേ. അപ്പോൾ ഇത് വാങ്ങിച്ചത് ശരിക്കും നന്നായി. സ്കേർട്ട് ഇട്ട് നോക്കിയപ്പോൾ ഇത്ര വലിപ്പമായിരുന്നു. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുകയാണ്. വലിയ സന്തോഷമായി. പിന്നെ എണീറ്റ് വന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി ഗിഫ്റ്റൊക്കെ എന്താണെന്നൊക്കെ പൊട്ടിച്ച് തുറന്ന് നോക്കണം. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച സ്കേർട്ടിനും ലാച്ചയ്ക്ക് ചേരുന്ന ഹെയർ ബാൻഡും വളകളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മാല, അതെല്ലാം കൂടി ഒരു പേപ്പറിൽ പൊതിഞ്ഞ് അതൊരു ഗിഫ്റ്റാക്കി. അപ്പോൾ അതിഷ്ടമായി. അതിൽ കുറേ ബട്ടർഫ്ലൈസ് ഒക്കെ ഉള്ളൊരു ഹെയർ ബാൻഡ് ഉണ്ട്. അത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ രണ്ടാമത് തുറന്ന് നോക്കിയത് ഇതാണ് ലാച്ച്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് ഞങ്ങൾ ശരിക്കും വാങ്ങിച്ചത്. കുറേ തപ്പി നടന്നിട്ടാണ് ഇഷ്ടപ്പെട്ട ഒരെണ്ണം കിട്ടിയത്. സാധാരണ പെൺകുട്ടികൾക്കുള്ള ഉടുപ്പൊക്കെ വാങ്ങാൻ നോക്കിയാൽ പെട്ടെന്ന് നമുക്കെല്ലാം ഇഷ്ടപ്പെടും. ഇത് ഇയാൾക്ക് ഒരുപാട് എന്താ ഫ്രില്ല് വെച്ചതും അതുപോലെ ഈ നെറ്റിൻ്റെ ഒക്കെ ഇഷ്ടമല്ല. കാരണം ഇടുമ്പോൾ ചൊറിയുമെന്ന് പറഞ്ഞിട്ട് സാധാരണ ടൈപ്പ് ഡ്രസ്സുകളാണ് ആൾക്കിഷ്ടം. എന്നാലും ബർത്ത്ഡേ അല്ലേ, അപ്പോൾ ഇത്തിരി ഭംഗിയുള്ളത് വേണമല്ലോ വെച്ചിട്ട് പിന്നെ കിട്ടിയത് ലാച്ചയാണ്. അത് എനിക്ക് കുഴപ്പം തോന്നിയില്ല, ഭംഗി തോന്നി. അത് വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ വേറൊരു ഗിഫ്റ്റ് വാങ്ങാൻ പോയപ്പോൾ അവിടെ കണ്ടിട്ട് എടുത്താണ് ഒരു ചെസ് ബോർഡ്. അതൊന്നും കളിക്കാറായില്ല. പിന്നെ അച്ഛന് അത് വാങ്ങിച്ചു കൊടുക്കാം എന്ന് തോന്നിയിട്ട്, അവൾക്ക് കളി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇരുന്ന് കളിക്കാനായിട്ട് കൂടുതലും പറ്റുന്ന ഐറ്റംസ് ഞങ്ങൾ വാങ്ങാറ്. പുറത്തൊന്നും കളിക്കാൻ ഇവിടെ ഇടയില്ല. അപ്പോൾ ഒരു ചെസ് ബോർഡ് വാങ്ങി. അത് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. പിന്നെ അതിനകത്ത് ഏറ്റവും വലിയ ഗിഫ്റ്റ് അത് അവസാനം പൊട്ടിക്കാൻ വെച്ചിരിക്കുകയായിരുന്നേ. അതിലാണ് ഞങ്ങൾ കൊടുക്കണ സർപ്രൈസ് ഇരിക്കുന്നത്. ശരിക്കും ഇത് വാങ്ങിച്ചു കൊടുക്കണമെന്ന് അവൾ എപ്പോഴും പറയണ സാധനമായിരുന്നു. പക്ഷേ ഇത് വാങ്ങാനല്ല ഞാനിരുന്നത്, വേറൊരു ഐറ്റം വാങ്ങാനാണ് ഇരുന്നത്. അപ്പോൾ ആ ഐറ്റം എൻ്റെ അമ്മ
വാങ്ങിച്ച് കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞു. അവർ വാങ്ങിച്ച് വെച്ചു. അപ്പോൾ അതിന് കുറച്ച് റേറ്റ് കൂടുന്ന സാധനമാണ്. അപ്പോൾ അത് അമ്മ വാങ്ങിച്ച് തന്നോളാം എന്ന് പറഞ്ഞു. അപ്പോൾ മറ്റെന്തെങ്കിലും ഒരു സർപ്രൈസായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഇത്തിരി കൂടിയൊരു ഐറ്റം വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവൾ പറയണ ഐറ്റമാണിത്. വാങ്ങിച്ച് തരണമെന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അതെന്താണെന്ന് നോക്കാൻ നമുക്ക്. അവൾക്ക് ഭയങ്കര സർപ്രൈസാണ്. ഇതിലെന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കണ്ടിട്ട് ടേബിൾ എന്നാൾ വാങ്ങിച്ച പോലെ ആമസോണിൽ നിന്ന് വാങ്ങിച്ച പോലെ ടേബിൾ വല്ലതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അതാണെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് സങ്കടമായി. ടേബിളാണോ, പിന്നെ എനിക്കത് വേണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്താ ഇതിൽ കളർ കൊടുത്തിരിക്കണേ, ടേബിൾ അല്ലല്ലോ എന്നൊക്കെ പറയണുണ്ട്. പക്ഷെ ആൾക്കറിയില്ല അതിനകത്ത് എന്താണ് എന്ന്. ആൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ്. കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. സ്കേറ്റിംഗ് സൈക്കിളാണ് കേട്ടോ. ഇത് ഇവിടെ നമ്മുടെ ചിറ്റിലപ്പള്ളി സ്ക്വയറിലൊക്കെ പോയപ്പോൾ ആൾ അതിൽ കയറി ഓടിക്കുന്നുണ്ടായിരുന്നു. വലിയ ബാലൻസ് ഒന്നും ആയിട്ടില്ല, എന്നാലും അതിൽ ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമായി. ഇവിടെ നമ്മുടെ വാതിക്കൽ കുറേ കുട്ടികൾ ഇതിങ്ങനെ ഓടിച്ചുകൊണ്ട് നടക്കണ കാണാം. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ അതിനൊരു ഹെൽമെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. അതാണ് അടുത്ത ഗിഫ്റ്റ്. അതെല്ലാം സെപ്പറേറ്റ് പൊതിഞ്ഞ് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഗിഫ്റ്റ് ആയത് കേട്ടോ. അപ്പോൾ ഹെൽമെറ്റ് വലിയ ഇഷ്ടമാണ്. കാരണം നാട്ടിൽ ചെല്ലുമ്പോൾ മാമൻ്റെ കൂടെ ബൈക്കിൽ പോകുമ്പോൾ തന്നെ എനിക്കും കുഞ്ഞ് ഹെൽമെറ്റ് വേണമെന്ന് പറയുമായിരുന്നു. മാമൻ കാണിക്കുന്ന പോലെയൊക്കെ ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. മാമൻ സ്കൂട്ടർ ഓടിക്കും, കാർ ഓടിക്കും. അങ്ങനെ അതൊക്കെ കാണുമ്പോൾ ആൾക്ക് അതുപോലെയൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹെൽമെറ്റ് ഭയങ്കര ഒരു ക്രേസായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ തവണ കിട്ടിയ എല്ലാ ഗിഫ്റ്റിലും അവൾക്ക് ഏറ്റവും എനിക്ക് തോന്നിയിട്ട് ഇഷ്ടപ്പെട്ട ഹെൽമെറ്റാണെന്ന് തോന്നുന്നു. കാരണം എപ്പോഴും കൂടുതലും കളിക്കുന്നത് ഇപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അത് ചുമ്മാ തലയിൽ വയ്ക്കുക, മാമൻ ബൈക്കിൽ സാധനം മേടിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് വെറുതെ പോവുക, ഇതൊക്കെ തന്നെയാണ് പണി. അപ്പോൾ കൂടുതൽ എടുത്ത് കളിക്കണത് ഇതാണ്, ഹെൽമെറ്റാണ് കേട്ടോ. അപ്പോൾ ഈ സ്കൂട്ടറൊന്ന് ഓടിച്ചൊക്കെ നോക്കുകയൊക്കെ ചെയ്തു ആൾ. അപ്പോൾ ഹെൽമെറ്റൊക്കെ തലയിൽ വെച്ചിട്ടൊന്ന് നോക്കുക. പിന്നെ ജസ്റ്റ് അതൊന്ന് ഓടിച്ച് നോക്കി. രാവിലെ സ്കൂളിൽ പോകാനുള്ള തിരക്കാണ്. പിന്നെ അതൊക്കെ മാറ്റി വെച്ചിട്ട് പെട്ടെന്ന് റെഡിയായിട്ട് സ്കൂളിൽ പോയി. ബാക്കി വിശേഷങ്ങൾ വൈകിട്ട് ഡ്രസ്സ് ഇട്ടാണ് പോയത്. ഇത്തിരി വലിപ്പം കൂടുതലാണ്, എന്നാലും കുഴപ്പമില്ല, കുഞ്ഞുങ്ങൾ വളരെയല്ലേ. അപ്പോൾ ഹാപ്പി ആയിട്ട് സ്കൂളിലൊക്കെ പോയി മിഠായിയൊക്കെ കൊടുത്തു. പിന്നെന്താണ്, ഷാർപ്നർ, എല്ലാ കുട്ടികൾക്കും ഓരോ ഷാർപ്നർ വാങ്ങിച്ചു കൊടുത്തു. ഈ പെൻസിൽ കട്ട് ചെയ്യണ സാധനം അത്. ഇതാണ് കേക്ക്. അവൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കിയതാണ്. നേരത്തെയൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി വെച്ചു. ഇപ്പോൾ പിങ്കും ബ്ലൂവും, സൈഡിൽ ബ്ലൂ വേണമെന്ന് പറഞ്ഞു. ഹാർട്ട് ഷേപ്പ് ആണ് ഏറ്റവും ഇഷ്ടം. അപ്പം അങ്ങനെ വാങ്ങിച്ചു. ലാച്ച വൈകിട്ട് ഇട്ടാണ് കേക്ക് കട്ട് ചെയ്തത്. കേക്ക് കട്ട് ചെയ്യാൻ എടുക്കുന്ന സമയത്ത് എൻ്റെ അമ്മയും ആങ്ങളെയും ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ 3 പേരും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അച്ഛനും ഞാനും മോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അമ്മയും ചേട്ടനൊക്കെ നാട്ടിൽ കോട്ടയത്താണ്. അപ്പോൾ അവരെ വീഡിയോ കോൾ ചെയ്ത് വെച്ചുകൊണ്ടാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യുന്നത്. അവർക്കും വേറെ ആരുമില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്കും വേറെ ആരുമില്ല, അവർ മാത്രമേ ഉള്ളൂ. അപ്പോൾ വിളക്ക് കത്തിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ മെഴുകുതിരിയൊന്നും കത്തിച്ച് വെക്കില്ല കേട്ടോ. അതൊന്നും ഊതിക്കെടുത്തുന്ന പരിപാടിയില്ല. ഒരു കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് ഉള്ള അഭ്യാസ പ്രകടനങ്ങളാണിത്. കേക്ക് തന്നെയാണോ കട്ട് ചെയ്യാൻ പോകണമെന്ന് നമുക്ക് തോന്നും. അത്തരത്തിൽ ഒന്ന് കൈയും കാലിനൊക്കെ ഒരു ബലം വരുത്താൻ വേണ്ടിയിട്ടാണെന്ന് തോന്നും. ആ കൂട്ടത്തിൽ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയും പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അവൻ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി കൂടെ നിൽക്കുന്നുണ്ട്. അച്ഛനും കൂടെ പോയിട്ട് നിന്നിട്ട് 2 പേരും കൂടി കേക്ക് കട്ട് ചെയ്തു. സാധാരണ കേക്കൊന്നും കഴിക്കില്ല, സ്നാക്സ് ഐറ്റംസ് ഒന്നും ആൾക്ക് ഇഷ്ടമല്ല. ഫുഡ് തന്നെ താല്പര്യമില്ല. കേക്കൊന്നും അധികം അങ്ങനെ കഴിക്കുകയില്ല. കേക്കിനകത്തുള്ള നട്ട്സും ഒന്നും ആൾക്ക് ഇഷ്ടമുള്ളതല്ല. അപ്പോൾ ഇതാൾ പറഞ്ഞ ഒരു കളറിൽ ഇങ്ങനെ ഒരു കേക്ക് ആദ്യമായിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഞാൻ കേക്ക് വാങ്ങണേ. അപ്പോൾ അങ്ങനെ കിട്ടുമെന്ന് ആൾ പ്രതീക്ഷിച്ചിട്ടേയില്ല. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ അവൾ പറഞ്ഞ രീതിയിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു കേക്ക് വാങ്ങിച്ചു കൊടുത്തപ്പോൾ അത് തന്നെ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കൊടുത്തോണ്ടാന്ന് തോന്നുന്നു ആ കേക്ക് അവൾ കഴിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ അങ്ങനെ കഴിക്കില്ല, ജസ്റ്റ് ഒന്ന് വായി വെക്കും. പിന്നീട് ആ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഒന്നും എടുത്ത് കഴിക്കണ പരിപാടി ഇല്ലാത്ത ആളാണ്. ഇത്തവണ അങ്ങനെയല്ല കേട്ടോ, കേക്ക് തീരണവരെ ആൾ കഴിച്ചു. പിന്നെ കേക്ക് കട്ട് ചെയ്തിട്ട് വീഡിയോ കോളിൽ മമ്മിക്കും മാമനും കുറച്ച് വായിൽ വെച്ച് കൊടുക്കുന്ന പോലെ ചെയ്തു, അവർക്കും കൊടുത്തു. പിന്നെ ഞങ്ങൾക്കും വായിൽ വെച്ച് തന്നു കേട്ടോ. അതോടുകൂടി അന്നത്തെ പരിപാടി തീർന്നു. അവിടം കൊണ്ട് തീർന്നില്ല. കാരണം അന്ന് വെള്ളിയാഴ്ച ആയിരുന്നതുകൊണ്ട് സ്കൂളുണ്ടായിരുന്നു, അതുപോലെ മാമന് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ബാക്കി അവർ വന്നത് സൺഡേയിലാണ്. സൺഡേയിൽ അവധി ഉള്ളതുകൊണ്ട് എൻ്റെ ആങ്ങളെയും അമ്മയും കൂടെ വന്നു. അവർ വരുമ്പോഴാണ് ശരിക്കും ഞങ്ങൾക്ക് സന്തോഷം. അവർ സത്യം പറഞ്ഞാൽ അവർ നാട്ടിൽ നിന്ന് ഞങ്ങളെ കാണാൻ എത്തുന്നതാണ് ഞങ്ങളുടെ
ഒരു ഏറ്റവും ബിഗ് ഡേ എന്ന് പറയുന്നത്, ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ദിവസം. അപ്പം അതാണ് എൻ്റെ അമ്മ, അമ്മയും ബ്രദറുമാണ്. വേറെ ഒന്നും അവർ കൊണ്ടുവന്നില്ലെങ്കിൽ അവരെ കാണുന്നത് തന്നെ അവൾക്ക് വലിയ സന്തോഷമാണ്. കൂടുതലും അവൾ അവരുടെ കൂടെയാണ് നിന്നത്. ഇപ്പോഴാണ് ഞങ്ങൾ എറണാകുളത്ത് വന്നത്. അപ്പോൾ മാമനൊരു വലിയ സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊന്നും അവൾക്ക് അറിയില്ല. അവൾ പുതിയ ഉടുപ്പിട്ടിരിക്കുന്നത് അത് മാമനെ കാണിക്കുക എന്നുള്ള വിചാരിച്ചിട്ടാണ് അവൾ ഓടിപ്പോയി നിന്നത്. പക്ഷെ മാമന് അതല്ല, മാമൻ്റെ ഉള്ളിൽ അവൾക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് അവൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് പേടിച്ചിട്ട് മാമൻ ഇങ്ങനെ ഇരിക്കുകയാണ്. തുറന്ന് നോക്കുക അതിനകത്ത് എന്താണ് ഐറ്റം എന്ന്. എന്നിട്ട് മനസ്സിലാകാത്ത പോലെ കള്ളിപ്പെണ്ണ അഭിനയിച്ചു. ഇതെന്താണ്, ടേബിളാണോ എന്നൊക്കെ ചോദിക്കണുണ്ട്. കാരണം കഴിഞ്ഞ ബർത്ത്ഡേക്ക് അവൾക്കൊരു സ്റ്റഡി ടേബിളാണ് വാങ്ങിച്ചു കൊടുത്തത്, ചെറുത്. അപ്പോൾ അത് മാത്രമേ അവൾക്കൊരു ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ സൈക്കിളാണ് കേട്ടോ വാങ്ങിച്ചു കൊടുത്തത്. ഇപ്പോഴൊന്നും സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കില്ല, ഇത്തിരി വലുതാവട്ടെ എന്നൊക്കെ പറഞ്ഞു വെച്ചു. പക്ഷേ ഈ വർഷം ബർത്ത്ഡേക്ക് ഞാൻ സൈക്കിൾ മേടിക്കും എന്ന് കരുതി തന്നെ ഇരുന്നതാണ്. അതിന് വേണ്ടിയിട്ട് പൈസയൊക്കെ സൂക്ഷിച്ചു വെച്ചു. അപ്പം അമ്മ പറഞ്ഞു പൈസയ്ക്ക് ടി വിയോ എന്തെങ്കിലും മേടിച്ചു. അപ്പം നമ്മളിവിടെ സെറ്റിലായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഓരോന്നായിട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പോൾ സൈക്കിൾ ഞാൻ വാങ്ങിച്ച് വന്നോളാം. അത് അവരുടെ ഒരു സന്തോഷം, അവർക്ക് കൊടുക്കാനും വേറെ ആരും ഇല്ല. മോളുടെ ആ ഒരു സന്തോഷമാണ് അവർക്ക് ഏറ്റവും വലിയ, എൻ്റെ അമ്മയ്ക്ക് ആങ്ങളയ്ക്കും ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അവൾ ആഗ്രഹിച്ചൊരു പിങ്ക് സൈക്കിള് വാങ്ങിച്ച് അതിൻ്റെ സൈക്കിളിൻ്റെ പമ്പും ഒക്കെ ആയിട്ട് കൊണ്ടു തന്നു. അപ്പോൾ അത് വലിയൊരു സന്തോഷം തന്നെയായിരുന്നു. എന്ന് വെച്ചാൽ അവൾക്ക് ഒരിക്കലും ഇപ്പം അത് കിട്ടുമെന്ന് അവൾ പ്രതീക്ഷിച്ചിട്ടില്ല. അത്രയും വലിയ ഗിഫ്റ്റുകളൊന്നും നമ്മൾക്ക് ഇതുവരെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല, അതാണ് സത്യം. അപ്പോൾ അവൾക്കത് കിട്ടും എന്ന് അവൾ പ്രതീക്ഷിക്കാത്തതായതുകൊണ്ട് അവൾക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. സന്തോഷിക്കണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ മേലാത്തൊരു അവസ്ഥയായിരുന്നു. പിന്നീടാണ് അവൾ അതിനെപ്പറ്റിയൊക്കെ പറഞ്ഞു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അന്നേരം ഒന്നും പറഞ്ഞില്ല കേട്ടോ. അവൾക്ക് എന്താ പറയേണ്ടത് എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. അതൊന്ന് ചവിട്ടിയൊക്കെ ഒന്ന് നോക്കി, വഴിയെ കൂടെ കുറച്ച് നേരം ചവിട്ടിയൊക്കെ നോക്കി. പിന്നീട് വഴിയിലധികം ചവിട്ടിച്ചില്ല കേട്ടോ. ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയി. കാരണം ഇവിടെ ഇങ്ങനെ റോഡിലിങ്ങനെ ടൈലിട്ടിരിക്കുന്നതുകൊണ്ട് മോള് ചവിട്ടുമ്പോൾ ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിട്ട് പോകുന്നതുകൊണ്ട് കുറച്ചൊന്ന് പ്രാക്ടീസ് ആയതിനു ശേഷം വഴിയിലിറക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ സൺഡേ ഒക്കെ അവധിയുള്ള ദിവസം ഉണ്ടല്ലോ, അച്ഛന് അവധിയുള്ള ദിവസം വഴിയിലിറക്കാം എന്ന് വിചാരിച്ചപ്പോൾ ടെറസിൻ്റെ മുകളിലേക്ക് കൂടെയാണ് ചവിട്ടുന്നത്. വഴി കൂടെ ജസ്റ്റ് ഒന്ന് ചവിട്ടിയൊക്കെ നോക്കി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വർഷത്തെ. അതിനുശേഷം പിന്നെ തിരിച്ചു പോന്നു. അന്ന് കൂടുതലൊന്നും ഷൂട്ട് ചെയ്തില്ല കേട്ടോ. കാരണം അവർ വന്നപ്പോൾ അവർക്ക് ബിരിയാണിയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് അധികം ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്